തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ നോക്കുന്ന ബി.ജെ.പിക്ക് അറിഞ്ഞോ അറിയാതെയോ പരവതാനി വിരിച്ചു കൊടുക്കുകയാണോ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. സ്വന്തം രാഷ്ട്രീയ ഗുരുവിന്റെ മകൻ കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിക്കാനുള്ള സതീശന്റെ നീക്കം യു.ഡി.എഫിനുള്ളിൽ തന്നെ വൻ ചർച്ചകൾക്കും പൊട്ടിത്തെറികൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കേവലം 74 വോട്ടുകൾക്ക് കവടിയാർ വാർഡിൽ തോറ്റുപോയ ബി.ജെ.പിക്ക് അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സമ്മാനിച്ച് കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാനാണോ ഈ ഗുരുദക്ഷിണ നീക്കമെന്നാണ് അണികൾ ചോദിക്കുന്നത്. ഇരട്ട പദവി ഒഴിവാക്കാൻ ശബരിനാഥൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നതോടെ നിലവിൽ സ്വതന്ത്രന്റെ പിൻബലത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാവിപ്പടയ്ക്ക് സംസ്ഥാന നഗരി താലത്തിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമാകും ഇത്. സ്വതന്ത്ര എം.എൽ.എയുടെ പിൻബലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നുള്ള ആരോപണം ശക്തമായി കഴിഞ്ഞു. കെ.എസ്. ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവിയിൽ നിയമിച്ചാൽ ഇരട്ട പദവി ഒഴിവാക്കാൻ കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം ശബരിനാഥന് രാജിവെക്കേണ്ടതായി വരും. ഇവിടെയാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷയും വർദ്ധിക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ മത്സരിക്കാൻ കച്ചകെട്ടിയിറങ്ങിയപ്പോൾ അരുവിക്കര നൽകാതെ യു.ഡി.എഫ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട നിയമം നൽകി കോൺഗ്രസ് നേതൃത്വം ഒതുക്കിയത് തന്നെ കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ആശങ്ക കൂടി മുൻനിർത്തിയാണ്. കോൺഗ്രസിനുള്ളിൽ അദാനി സതീശൻ ബന്ധം വിവാദമായി നിൽക്കുന്ന പുതിയ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് കൂടിയായ ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവിയിൽ നിയമിച്ചാൽ അതും കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ചേരിക്ക് വലിയ ആയുധമായാണ് മാറുക. ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള അദാനി പോർട്സ് വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇതിനെല്ലാം പുറമെ മറ്റു ചില വിഷയങ്ങൾ കൂടി കെ. ശബരിനാഥനെ പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചാലുണ്ടാകും. അതിൽ പ്രധാനം ഭാര്യയായ ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള പരാതികളാണ്. ഇതിലൊന്ന് കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങളും പ്രോട്ടോകോളും ലംഘിച്ച് ദിവ്യ എസ് അയ്യർ പെരുമാറിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നതാണ്. കർണന്റെ കവചം പോലെ KKR കവചം എന്ന് പറഞ്ഞ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയത്. മറ്റൊന്ന് തിരുവനന്തപുരത്തെ അഭിഭാഷകൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയാണ്. തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ ദിവ്യ എസ് അയ്യർ വർക്കലയിൽ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് തിരികെ നൽകിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതിയാണിത്. ദിവ്യ എസ് അയ്യർ ഭൂമി വിട്ടുകൊടുത്തത് ഭർത്താവ് കെ.എസ്. ശബരിനാഥന്റെ താല്പര്യപ്രകാരമാണെന്നാണ് CPM ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. അങ്ങനെ ഇടപെടൽ നടത്തിയ ആളെ പിടിച്ചാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. മുൻ വർക്കല MLA വി ജോയിയും CPM അടക്കം വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തതോടെയാണ് ഭൂമി വിവാദത്തിൽ ദിവ്യ എസ് അയ്യരെ പിണറായി സർക്കാർ സ്ഥലം മാറ്റിയിരുന്നത്. എങ്കിലും ദിവ്യ എസ് അയ്യർക്കെതിരെ മറ്റു വകുപ്പ് തല നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഇതിന് കാരണം ദിവ്യ എസ് അയ്യർക്ക് കവചമായി നിന്നവരാണ് എന്നാണ് IAS ഉന്നതർ തന്നെ അഭിപ്രായപ്പെടുന്നത്. അന്നത്തെ തിരുവനന്തപുരം കളക്ടർ വാസുകി, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവർ വിഷയത്തിൽ അന്വേഷണം നടത്തി നൽകിയ ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ടുകൾ വിജിലൻസ് പരിഗണിക്കാതിരുന്നതും പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്താത്തതും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ അഭിഭാഷകൻ. ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടാൽ പുനരന്വേഷണം നടത്താൻ വിജിലൻസ് നിർബന്ധിതമാക്കും. അയ്യരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന 27 സെന്റ് ഭൂമി റോഡ് പുറമ്പോക്കാണെന്ന് കണ്ടെത്തി വർക്കല തഹസിൽദാർ ഏറ്റെടുത്തതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയതിനെ സബ് കളക്ടർ ദുരുപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത്. പരാതിക്കാരിയുടെ വാദം കേട്ട സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ ഏകപക്ഷീയമായി തഹസിൽദാരുടെ നടപടി റദ്ദാക്കുകയും ഭൂമി സ്വകാര്യ വ്യക്തിക്ക് തിരികെ നൽകുകയും ചെയ്തു. ദിവ്യ എസ് അയ്യർ ഭൂമി വിട്ടുകൊടുത്തത് കെ. ശബരിനാഥന്റെ താല്പര്യപ്രകാരമാണെന്ന് ആദ്യം ആരോപണം ഉയർത്തിയത് CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വമാണ്. ഭൂസംരക്ഷണ നിയമം അനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്നും ഭൂ ഉടമയെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുമായിരുന്നു ദിവ്യയുടെ നിലപാട്. ഭൂമി വിട്ടുകൊടുത്ത സംഭവത്തിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് ശബരിനാഥൻ പ്രതികരിച്ചത്.
പിന്നീട് ഈ ഭൂമി സർക്കാർ തന്നെ ഏറ്റെടുത്തെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതിനെതിരെ ദിവ്യ എസ് അയ്യർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സംഭവത്തിൽ അഭിഭാഷകന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി ഉന്നത ഇടപെടലിൽ ദിവ്യ എസ് അയ്യരെ കുറ്റവിമുക്തിയാക്കുന്ന നിലപാട് സ്വീകരിച്ചതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദിവ്യ എസ് അയ്യരുടെ ഭർത്താവായ ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിക്കാൻ അണിയറിയൽ നീക്കം നടത്തുന്നത്. ബാക്കി കണ്ടറിയാം.